കഴിഞ്ഞ ജൂൺ അവസാന വാരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ കടുത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് 10,000-ലധികം ആളുകൾ അധികമായി മരണപ്പെട്ടതായി ഏറ്റവും പുതിയ ഔദ്യോഗിക ആരോഗ്യ വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം യൂറോപ്പിൽ വേനൽക്കാല താപനില റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ആരോഗ്യ നിരീക്ഷണ ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളിലാണ് താപനില സാധാരണ നിലയിലേക്കാൾ ഉയർന്നതിനെ തുടർന്ന് മരണസംഖ്യ കുത്തനെ കൂടിയത്. ജൂൺ 20 മുതൽ ജൂലൈ ആദ്യ വാരം വരെയുള്ള ദിവസങ്ങളിൽ പല നഗരങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ നേരിട്ടിരുന്നവരുമാണ്. കടുത്ത ചൂട് കാരണം നിർജ്ജലീകരണവും ഹീറ്റ് സ്ട്രോക്കും വന്നതിൽ വൻതോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ഈ രാജ്യങ്ങളിലെ ആശുപത്രികളും തീവ്രപരിചരണ വിഭാഗങ്ങളും കടുത്ത സമ്മർദ്ദത്തിലാവുകയും ചെയ്തു. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ മൂലം ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ ചൂടുപിടിക്കുന്ന ഭൂഖണ്ഡമായി യൂറോപ്പ് മാറുകയാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. വരും വർഷങ്ങളിൽ ഉഷ്ണതരംഗങ്ങളുടെ ദൈർഘ്യവും തീവ്രതയും ഇനിയും വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ അടിയന്തര പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുവാനുള്ള നീക്കത്തിലാണ് യൂറോപ്യൻ ഭരണകൂടങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.